ജമ്മുവിൽ പാക് വിരുദ്ധ പ്രതിഷേധം ശക്തമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ഭീകരരാണെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ജമ്മുകശ്മീരിലെ ദോഡയിൽ ഭീകരർക്കായി സുരക്ഷാ സേന തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയും സൈന്യം ഭീകരരുമായി ഏറ്റുമുട്ടിയിരുന്നു. വിവരങ്ങളുമായി ഗൗതം ചേരുന്നു. ഗൗതം, ദോഡയിലെ സാഹചര്യം ഇപ്പോഴെങ്ങനെയാണ്? മാത്രമല്ല, ഈ പാക് വിരുദ്ധ പ്രതിഷേധം ജമ്മുവിൽ ശക്തമാകുന്ന സാഹചര്യവും ജമ്മു മേഖലയിലാണ് കഴിഞ്ഞ 2 മാസത്തിലേറെയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ജമ്മു റീജിയൻ നമുക്കറിയാം, ജമ്മു കാശ്മീർ പൊതുവെ എടുത്താൽ അതിൽ ഹിന്ദു ഭൂരിപക്ഷമായ പ്രദേശമാണ് ജമ്മു. ബാക്കി ശ്രീനഗർ അടങ്ങുന്ന താഴ്വരയിലാണ് മുസ്ലിം ഭൂരിപക്ഷ പോക്കറ്റുകൾ ഉള്ളത്. അതിനാൽ ഇപ്പോൾ പാക് ഭീകരശക്തികൾ ജമ്മു കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ കത്വയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സെർച്ച് ഓപ്പറേഷൻ നടക്കുന്ന ദോഡയും എല്ലാം ജമ്മു റീജിയണിലാണ്. അതിനാൽ അമർനാഥ് തീർത്ഥാടകരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിന്ദു മതവിശ്വാസികൾക്ക് നേരെ വലിയ ആക്രമണമാണ് പാക് ഭീകരശക്തികൾ ലക്ഷ്യമിടുന്നത്. അതിനാൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ജമ്മുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഹൈന്ദവ സംഘടനകളും ഒപ്പം സാധാരണക്കാരായ ആളുകളും അതിൽ എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന ആളുകളിലെല്ലാം ഇപ്പോൾ ഈ പാകിസ്ഥാൻ വിരുദ്ധ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ്. അടുത്തിടെ വലിയൊരു നുഴഞ്ഞുകയറ്റ ശ്രമം, പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി രക്ഷാസേന തകർത്തിരുന്നു. അന്ന് 3 പാകിസ്ഥാൻ ഭീകരരെയാണ് നുഴഞ്ഞുകയറ്റത്തിനിടയിൽ അതിർത്തി രക്ഷാസേന വധിച്ചത്. അതുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഭീകരരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അമർനാഥ് തീർത്ഥാടകരെ കൊലപ്പെടുത്തുക, അതിലൂടെ വലിയ വർഗീയ സംഘർഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം സൈന്യം വിശദീകരിച്ചതിന് പിന്നാലെയാണ് ജമ്മുവിൽ ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അയൽ രാജ്യമായ പാകിസ്ഥാനെതിരെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. ലക്ഷ്മി.